ശക്തമായ നീതിയും ശക്തമായ ശിക്ഷയും ശിക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. ആലോചിച്ചു നോക്കൂ, ഈ അടുത്ത കാലത്തല്ലേ ഒരു 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് കൊന്നുകളഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ. ആ കൂട്ടുകാരുടെ വോയിസ് ചാറ്റ് പുറത്തു വന്നത് എങ്ങനെയാണ്? അവരുടെ ശബ്ദ സന്ദേശം എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും കൂടി അവനെ തല്ലിക്കൊല്ലാം, എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ആരാണെന്നറിയില്ല, നമുക്കതുകൊണ്ട് നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാം. ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തല്ല, നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്ന സംഭവമല്ലേ? 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിനെ തല്ലിക്കൊല്ലുമ്പോ കൂട്ടുകാരായ സഹപാഠികൾ പറഞ്ഞത് നിയമത്തിന്റെ പഴുതിലൂടെ നമുക്ക് രക്ഷപ്പെടാം, നമുക്കൊന്നിച്ച് അവനെ ഇല്ലായ്മ ചെയ്യാമെന്നല്ലേ? ആലോചിച്ചു നോക്കൂ, ഈ സംവിധാനങ്ങളുടെ ഉള്ളിലെ പഴുതുകളെ മുതലെടുക്കുന്ന പലരെയും നമ്മൾ കാണുന്നില്ലേ? അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. അവിടെയാണ് ശക്തമായ നീതിയും നിയമവും ഉണ്ടായില്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ ഇവിടെ വിലയുണ്ടാവുകയില്ല. മനുഷ്യന്റെ ജീവൻ അങ്ങനെ നിസ്സാരമായി ഹോമിക്കപ്പെടാനുള്ള ജീവനല്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്.